മറ്റേ ഓരോ സാധനയും കടന്ന് ചിത്തസാധനയിലെത്തിയാൽ ഇതൊക്കെ ഉൾപ്പെടുന്ന യാനിശ സർവഭൂതാനാം എന്ന് അർജുനനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അർജുനനെ പഠിപ്പിച്ചതല്ല, അർജുനനെയും ഇതര പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഭീഷ്മരെയും വരാനിരിക്കുന്ന തലമുറയെയും തന്റെ അന്തസത്ത എന്താണെന്ന് ബോധ്യമാകുമോ എന്നറിഞ്ഞല്ലാത്തതുകൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുന്ന, തനിക്ക് യുദ്ധക്കളമില്ലെന്നും യുദ്ധമില്ലെന്നും തന്റെ അന്തരംഗം ആത്മസാധനയുടെ രംഗമാണെന്നും ആ കാലിക്കണ്ണൻ തന്നോട് തന്നെ പറഞ്ഞതായിരുന്നു. അല്ലാതെ അർജുനന് ഉപദേശിച്ചതല്ല, എനിക്ക് നിങ്ങൾക്ക് ഉപദേശിച്ചതുമല്ല. ഇവിടെ ശ്രോതാവും വക്താവും കൃഷ്ണനായി മാറുന്നു. അത്യപൂർവമായ ഈ ചിത്തസാധനയിലാണ് ഗീതയുടെ മർമ്മവും ഇരിക്കുന്നത്. മനസ്സിലായില്ല? ഭഗവത്ഗീത അതിന്റെ മർമ്മത്തിൽ കൃഷ്ണൻ കൃഷ്ണനോടും സഞ്ജയൻ സഞ്ജയനോടും വ്യാസൻ വ്യാസനോടും പറഞ്ഞത് മാത്രമാണ്. അതാണ് അതിന്റെ പരമ്പരാർജിതമായ അറിവ്. അതിന്റെ പരമ്പര ഏതാണ്? ആ പരമ്പരയിലേ അത് നിലനിൽക്കുന്നുള്ളൂ. വേറൊരു പരമ്പര ഇതിനില്ല.